ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വാള മീൻ കിട്ടിയോണ്ട് അതൊന്ന് തേങ്ങ അരച്ച് വയ്ക്കാമെന്ന് കരുതി. ഞാൻ പൊടികളൊക്കെ ഇട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്ത് വെച്ചാൽ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരും. അതിന് ശേഷമാണ് ഞാൻ തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് അരപ്പ് തയ്യാറാക്കി ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പം മുളകില്ലായിരുന്നു. അപ്പം ഞാൻ പോയി നല്ല മുളകുണ്ട്, മണമുള്ള മുളക്. അപ്പോൾ അത് കാശ് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം അങ്ങ് എടുക്കാമെന്ന് കരുതി. നേരത്തെ എടുത്ത് വെച്ചൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മുളകും എടുത്ത് ഒരു മുരിങ്ങക്കായും കുറച്ച് പുളിഞ്ചിക്കയും കൂടെ കിട്ടി. അപ്പോൾ അതും കൂടെ മീനിലിടാമെന്ന് കരുതി. അപ്പോൾ ഞാൻ മുളക് നല്ല എരിവുള്ള മുളകായിരുന്നു, ഒരെണ്ണം മതിയായി. അതും എടുത്ത് വെച്ച് ഞാൻ തേങ്ങ വെള്ളവും കൂടെ ചേർത്ത് നമ്മുടെ ഇതിലേക്കിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പിന്നെ പുളിഞ്ചിക്കയും കൂടെ ഇട്ട് കൊടുത്ത് ഇതെല്ലാം മീൻ കറിയിലിടും. പുളിഞ്ചിക്കയും ഞാൻ എടുത്ത് വെച്ച ഉണ്ടമുളക് രണ്ടായിട്ട് കീറി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്കായും കൂടെ ഇട്ട് കുറച്ച് പുളിവെള്ളം കുറച്ച് ഇട്ടോളൂ. പുളിഞ്ചിക്ക ഇടുന്നതുകൊണ്ട് കാണും. പിന്നെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാളമീനും എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചെടുത്ത് വറുക്കുകയും ചെയ്യും. പിന്നെ നെല്ലിക്ക, ശീമ നെല്ലിക്ക, ഇവിടെ ശീമ നെല്ലിക്ക എന്നാണ് പറയുന്നത്, ചുവപ്പ് നെല്ലിക്ക. അപ്പോൾ അത് ഞാൻ അതെടുത്ത് ഉപ്പിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അരി കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അരി കഴിച്ചുവിടല്ലോ. അപ്പോൾ ഞാൻ പാനിൽ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുകയായിരുന്നു. ഞാൻ കുറച്ച് 2-3 സ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പിന്നെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയായിരുന്നു. നമ്മുടെ മീൻ അവിടെ നിന്ന് തിളയ്ക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാറിന് വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഞാൻ 4-5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് കായപ്പൊടിയും ഞാൻ ഒരു 1/2 സ്പൂൺ കായപ്പൊടി ഇട്ടോളൂ. പിന്നെ വിനാഗിരിയും കൂടെ കുറച്ചുകൂടെ വേണമെന്ന് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.